ന്യൂഡൽഹി പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സേലം വിഷ്ണു എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ എടുത്തിട്ട് ത്യാഗരാജൻ തമിഴിൽ 1990 ആ സിനിമ റിലീസ് ചെയ്തത്. 90 സേലം വിഷ്ണു എന്ന പേരിൽ ഇതിലൊരു പ്രീക്വൽ ആയിട്ടാണ്. ശരിക്കും ന്യൂഡൽഹിയുടെ ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒന്നുമില്ല, പക്ഷേ ഈ ഒരു സേലം വിഷ്ണുവിൻ്റെ ഒരു പ്രീക്വൽ എന്നുള്ള രീതിയിലാണ് ആ ഒരു സിനിമ ചെയ്തത്. പക്ഷെ ആ സിനിമ എനിക്ക് തോന്നുന്നത് അങ്ങനെ അവിടെ വൻ വിജയമൊന്നും അല്ലായിരുന്നു. ത്യാഗരാജൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. ഈ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ ത്യാഗരാജൻ കുറച്ച് സിനിമയൊക്കെ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും മകൻ പ്രശാന്ത് 91, 92 ആയപ്പോഴേക്കും മകൻ പ്രശാന്ത് അഭിനയ രംഗത്തോട്ട് വന്നു. പിന്നെ ത്യാഗരാജൻ പ്രശാന്തിനെ നായകനാക്കിയൊക്കെ സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ത്യാഗരാജൻ ഈ പറയുന്ന 90 ഇറങ്ങിയ സേലം വിഷ്ണുവിന് ശേഷം ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം അഭിനയ രംഗത്തോട്ട് വരുന്നത്. അതുവരെ അദ്ദേഹം മകൻ്റെ ഒരു സിനിമകളുടെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ അതുവഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സഞ്ചാരം. അപ്പോൾ എനിക്ക് ന്യൂഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഈ ത്യാഗരാജൻ്റെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് അധികം ചർച്ചകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.